ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ഞായറാഴ്ച റെഡ് അലേർട്ടാണ് മാർക്കോയ്ക്ക്. ശനിയാഴ്ച എവിടെ നിർത്തിയോ അവിടെ നിന്ന് തുടങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാർക്കോ അതിഗംഭീരമായിട്ടുള്ള ടിക്കറ്റ് ബുക്കിംഗ്, മണിക്കൂറിൽ 20,000-അടുത്തുള്ള ടിക്കറ്റ് ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് നടക്കുന്നത്. ഒരു ചോദ്യം, സിനിമ ഇന്ന് 50 കോടി തൂക്കുമോ എന്നുള്ളതാണ്. ആദ്യ 2 ദിവസം കൊണ്ട് സിനിമ 25 കോടിക്ക് അടുത്താണ്. ഇന്നത്തെ കളക്ഷനോടുകൂടി സിനിമ 50 കോടി എത്തുമോ എന്നുള്ളതാണ്. പ്രതീക്ഷയുണ്ട് 35-40 കോടി വരെ എത്താനുള്ളത്. ഒരു പക്ഷേ 50 എത്താൻ വലിയ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ തിയേറ്ററുകൾ കുറവാണ്. ഇത്രത്തോളം ഷോ ഉണ്ടെങ്കിലും 86-88% ഒക്യുപ്പൻസിയിലാണ് സിനിമയുടെ കളക്ഷൻ പോകുന്നത് ഓരോ തിയേറ്ററുകളിലും. അങ്ങനെ കൊല തൂക്കാണ് സിനിമ നോക്കുന്നത്. ഇന്ന് നമ്മൾ എറണാകുളം നോക്കുകയാണെങ്കിൽ എങ്ങും ടിക്കറ്റ് ഇല്ല എന്നുള്ളതാണ്. റെഡ് അലേർട്ടാണ്. എക്സ്ട്രാ ഷോസ് ഓൾറെഡി ആഡ് ചെയ്യപ്പെടുന്നു. ഇനി അഡീഷണൽ ഷോസ് ആഡ് ചെയ്യണം എന്നുള്ളതാണ്. പല തിയേറ്ററുകളിലും 10ഉം 12ഉം ഷോകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിപ്പോൾ കേരളത്തിൽ മാത്രമല്ല, എറണാകുളത്ത് മാത്രമല്ല, വേറെ എവിടെ നോക്കിയാലും അങ്ങനെ തന്നെയാണ്. ബാംഗ്ലൂരിലും സിനിമയ്ക്ക് മികച്ച ബുക്കിംഗ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബാംഗ്ലൂരിലും ഒരു കൊടൂരമായിട്ടുള്ള ഒരിതാണ് സിനിമയ്ക്ക് ബുക്കിംഗ് കാണാൻ കഴിയുന്നത്. നല്ല ഗംഭീരമായിട്ടുള്ള റെഡ് അലേർട്ട് എന്നാണ് നമുക്ക് പറയാനുള്ളത്. നാളെ ഈവനിങ് ആകുമ്പോഴത്തേക്ക് ഒട്ടുമിക്ക തിയേറ്ററുകളും ഫുള്ളാകും, അല്ലെങ്കിൽ ഷോകളും ഫുള്ളാകും എന്നുള്ളത് തന്നെയാണ്. ഇതിനോടകം തന്നെ കർണാടക, തെലുങ്കിൽ ഒക്കെ സിനിമയ്ക്ക് മികച്ച അഭിപ്രായം തന്നെയാണ്. മലയാളം വെർഷൻ വന്നിരിക്കുന്നത്. സിനിമയുടെ തെലുങ്ക്, കന്നഡ പതിപ്പുകളെല്ലാം തന്നെ വലിയ താമസമില്ലാതെ റിലീസിന് ഒരുങ്ങുകയാണ്. കാത്തിരിക്കാം. ഈ ഒരു സിനിമ ഒരുപക്ഷെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു 150-200 കോടി തൂക്കുന്ന സിനിമയായി മാറാൻ ചാൻസ് ഏറെ കൂടുതലാണ്. ഒരുപക്ഷെ അതിന് മുകളിലേക്ക് പോകാനും ഉള്ള ചാൻസുകൾ ഏറെയാണ്. ഹിന്ദിയിലും മികച്ച അഭിപ്രായമാണ് സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള ഒരു പാൻ ഇന്ത്യൻ റിലീസ് നടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ 25-ന് ശേഷം സിനിമയുടെ റിലീസ് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജനുവരി 1-ന് മുമ്പ് എന്താണേലും മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ സിനിമ എത്തും. എന്താണേലും ഒരു കാത്തിരിപ്പ്, കട്ട കലിപ്പിലാണ് മാർക്കോ. ഒപ്പം വെല്ലുവിളി ഉയർത്തുന്നു പുഷ്പയ്ക്ക് എന്ന് തന്നെ പറയാം. നമ്മളുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്തുതരാം.